എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോളും ബാലചന്ദ്രനും റൂമിലേക്ക് വരുമ്പോഴും അലീന നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ കരഞ്ഞതുകൊണ്ട് തന്നെ മുഖമൊക്കെ ആകതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാലചന്ദ്രൻ മുഖം കഴുകിയിട്ട് വാ, എന്തോരം കരഞ്ഞു എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ വാഷ്റൂമിലേക്ക് വിടുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ബാലചന്ദ്രൻ ആ ബെഡിലിരിക്കും. എന്നിട്ട് അലീന ഉറങ്ങുന്നിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ അവിടെ വന്നിങ്ങനെ നിൽക്കും, മുഖമൊക്കെ കഴുകി വന്നിട്ട്. അപ്പോൾ അവളോട് കിടക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവൾ കിടക്കാതെ നേരെ അവിടെ അടുത്തുണ്ടായിരുന്ന ആ സോഫയിൽ പോയി ഇരുന്നിട്ട് അലീനേനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അലീനേനെ ഇങ്ങനെ ഒരു സങ്കടത്തോടു കൂടി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷ്ണമോളാണെങ്കിലും അലീന ഇങ്ങനെ കൃഷ്ണമോളോട് ഇങ്ങനെ പെരുമാറിയിരുന്നതും അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുത്തിരുന്നതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നേ. ഒരു ദിവസം പനിയായിട്ട് വന്നപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തതും ബാമ നെറ്റിയിലിട്ട് കൊടുത്തതും എല്ലാം ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. അന്ന് അലീന ഹോസ്പിറ്റലായ സമയത്ത് കൃഷ്ണമോളല്ലേ കൂട്ടിയിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അന്ന് ഹോസ്പിറ്റലിലേക്ക് അലീനയ്ക്ക് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് വാങ്ങി കൊണ്ടുപോയപ്പോൾ അത് ആദ്യം എടുത്ത് ഇങ്ങനെ കൃഷ്ണമോളുടെ വായിലല്ലേ വെച്ച് കൊടുത്തത് അലീന. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് അങ്ങ് കരയാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കരയരുത്, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നേ. കൃഷ്ണമോൾക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് കരച്ചിൽ ഇങ്ങനെ അടക്കി പിടിക്കാനും പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ശബ്ദം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വായൊക്കെ പൊത്തിയാണ് കേട്ടോ കരയുന്നത്. അപ്പോഴും ബാലചന്ദ്രൻ കരയരുത് എന്നിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അലീനനെ ഉണർത്തരുത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് എണീറ്റ് വരാനായിട്ട് പറയും. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും അവിടുന്ന് എണീറ്റ് വന്ന് പിന്നെ ബെഡിലേക്ക് കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീനേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും കൃഷ്ണമോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ ചിരിയോട് കൂടി ഇങ്ങനെ അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ ബാലചന്ദ്രനാണെങ്കിലും ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോഴാണ് മൊബൈലൊന്ന് ഓണാക്കി നോക്കുന്നത്. എന്നിട്ട് മനുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മനു നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ബാലചന്ദ്രനാങ്കിൽ അന്ന് കാണുമ്പോൾ തന്നെ മനു പെട്ടെന്ന് അങ്ങ് ചാടി എണീറ്റ് കോൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരുപാട് ചോദ്യം അങ്ങ് ചോദിക്കുകയാണ്. അങ്കിൾ എന്നാ പണിയെ കാണിച്ചത്, അങ്കിൾ എവിടെ ആരോടും പറയാതെ എങ്ങോട്ടാ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, നീ തൂക്കിൽ കയറി വെടി വെക്കാതെ എന്ന് പറയും കേട്ടോ. എൻ്റെ ഫോൺ ഇന്നലെ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് പറയും. അപ്പോൾ എന്തിനാ ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ മനു ചോദിക്കൂട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ കാശ് മുടക്കി വാങ്ങിച്ച ഫോണാണ്, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാനത് ഓഫാക്കി വെക്കും, ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നൊക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്കിൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ഇവിടെ ഒരു റിസോർട്ടിലുണ്ട് എന്ന് പറയും. അപ്പോൾ ഏത് റിസോർട്ടിലാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൃഷ്ണമോൾ അങ്കിളിൻ്റെ കൂടെ ഇല്ലേത് ചോദിക്കും. അലീന ഉണ്ടോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ അവരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ആരോടും പറയാതെ വരികയാണെങ്കിൽ നിനക്ക് ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനാണെങ്കിലും. എന്നിട്ട് വാട്സപ്പിലേക്ക് ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനേനെയാണ് കാണിക്കുന്നത്. അലീന ഉണർന്ന് എണീക്കാൻ നിൽക്കുന്ന സമയത്ത് അലീനയ്ക്ക് എണീക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും അലീനേനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. തലേണേമലൊന്നല്ല കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീന കൃഷ്ണമോളുടെ തലയൊക്കെ എടുത്ത് പില്ലോയുടെ മേലേക്ക് ഇങ്ങനെ ശരിയാക്കി കിടത്തുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ അലീന അവിടെ നിന്ന് എണീക്കുകയാണ്. പിന്നെ ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ പുറത്തു കൂടെ നടക്കുന്ന സമയത്ത് അവിടുത്തെ റൂം ബോയ് വന്നിട്ട് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ അവിടെ കൊണ്ടുവച്ചിട്ട് ഒഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ ഇങ്ങനെ ഒഴിച്ചോളാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറയും. അപ്പോൾ റൂം ബോയ് അവിടുന്ന് പോകട്ടോ. അപ്പോഴാണ് അലീന എണീറ്റ് വരുന്നത്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും ചായ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ എടുത്ത് തരാം സാറെന്ന് പറഞ്ഞിട്ട് അലീനയാണ് കേട്ടോ ചായ എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അലീനയോട് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എണീറ്റപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു എന്ന്. അപ്പോൾ അലീന പറയും, റൂമിൽ നല്ല തണുപ്പായിരുന്നു AC എന്ന് പറയും. അങ്ങനെ പിന്നെ അലീനയോട് അവിടെ ഇരിക്കാനായിട്ട് പറയാണ് കേട്ടോ. അലീനയോട് ഇന്നലത്തെ ടെൻഷനൊക്കെ മാറിയോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാറിയിട്ടൊന്നും ഇല്ല എന്ന് അലീന പറയൂ കേട്ടോ. അപ്പോൾ ഇന്നലെ അതെല്ലാം കരഞ്ഞ് ഒതുക്കി തീർത്തില്ലേ എന്ന് ചോദിക്കും ബാലചന്ദ്രൻ. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ, ഇനി എങ്ങോട്ട് പോകുന്നു. അപ്പോൾ അലീന അതൊന്നും എനിക്കറിയില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരാണെന്ന് സാറ് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ തകർന്നു പോയി. ഇനി സാറിന് എന്നെ ഇങ്ങനെ വേണേലും ശിക്ഷിക്കാം, തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം, അടിമയെ പോലെ പണിയെടുപ്പിക്കാം എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരു ക്രൂരനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ എൻ്റെതൊരു ക്രൂര മനസ്സാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ സാറിൻ്റെ കാരുണ്യത്തിലല്ല എൻ്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കാരുണ്യത്തിൽ ജീവിക്കുന്നത് അത്രയും മോശമാണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ആ വീട്ടിലുള്ള അവകാശം സ്വാതന്ത്ര്യം എന്താണോ അതൊക്കെ നിനക്കും അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരാണെന്ന് എനിക്കറിയാലോ, ഞാൻ ഒന്നുമല്ലാന്നും എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പുറത്ത് ഇതൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ കൃഷ്ണമോള് ഉണർന്ന് നോക്കുമ്പോൾ ഗ്ലാസ്സിലൂടെ അതാണ് കേട്ടോ കാണുന്നത്. അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ചെയറിൽ ഇരിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും കുറേ നേരം അവരിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിലും അവിടുന്ന് റൂമിലേക്ക് വരികയാണ് കേട്ടോ. ബാലചന്ദ്രൻ അവിടുന്ന് എണീറ്റ് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അലീന റൂമിലേക്ക് വരുന്ന സമയത്ത്
അലീനേനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നത്, നീ ഇപ്പോൾ ഉണർന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെ, ഞാനിപ്പോൾ ഉണർന്നിട്ടേ ഉള്ളൂ എന്ന് പറയും കേട്ടോ കൃഷ്ണമോള്. എന്നിട്ട് അലീനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് മാറിയെടുക്കാൻ ഏതെങ്കിലും ഒരു ഡ്രസ്സ് തരുമോ, എനിക്ക് പാകമുള്ളത് എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതെന്തിനാ ചോദിക്കുന്നത്, നിനക്ക് ബാഗിൽ നിന്ന് എടുത്താൽ പോരേന്ന്, എന്നാലും ചേച്ചി എടുത്ത് തരണം, എനിക്ക് പാകമുള്ളത് നോക്കിയിട്ട് എന്ന് പറയും കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്നലെ എന്നോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോയോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ അതൊക്കെ പോയി എന്ന് കൃഷ്ണമോൾ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നീ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണോ ചായ കുടിക്കുന്നത്, അതോ ഇപ്പോൾ എടുത്ത് തരണമെന്ന് ചോദിക്കട്ടെ. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് മതിയെന്ന് കൃഷ്ണമോൾ അത് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവേ. അത് കഴിഞ്ഞ് വൈജയന്തി രാജീവനെ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ രാജീവൻ വൈജയന്തി വിളിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു, ബാലചന്ദ്രൻ്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് വൈജയന്തി പറയും. അപ്പോൾ നീ ഫോണിലേക്ക് വിളിച്ച് നോക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവൻ. വിളിച്ചു നോക്കി, അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മനുവിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കുമോ അവരെവിടെയാണെന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ രാജീവൻ ചോദിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അതിന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയല്ലേ എന്ന്. അപ്പോൾ അലീന ഇനിയിപ്പോൾ അവരുടെ കൂടെ ഉണ്ടോ എന്നറിയാഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തിക്ക് ആകെ ടെൻഷൻ. ഇനിയിപ്പോൾ അവളെങ്ങാനും അവരുടെ കൂടെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റുപോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ നമ്പറോ അല്ലെങ്കിൽ ചെല്ലാൻ ഇങ്ങനെ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ നമ്പറോ എന്തെങ്കിലും നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഒരു കാര്യം എനിക്ക് അറിയില്ല എന്നാട്ടോ വൈജയന്തി പറയുന്നത്. ഇനിയിപ്പോൾ അമ്മയുടെ ഫോണിലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് ബാലചന്ദ്രനെ ഒറ്റയ്ക്ക്, ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, കൃഷ്ണമോളും കൂടെ ഇല്ലേ എന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വൈജയന്തി പറയുന്നത്, എൻ്റെ പേടി അതൊന്നുമല്ല, അലീനി അവരുടെ കൂടെ ഉണ്ടെങ്കിലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണെന്നിങ്ങനെ രാജീവൻ ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അവളെയും കൊണ്ടല്ലേ ഇനിയിപ്പോൾ ബാലചന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ എന്തായാലും നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, കോള് കട്ട് ചെയ്തോ എന്ന് പറയൂ കേട്ടോ രാജീവൻ. അപ്പോൾ വൈജയന്തി എന്നാൽ ഞാൻ വെക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വൈജയന്തി ആണെങ്കിലും ആകെ ഇങ്ങനെ സങ്കടവും ടെൻഷനൊക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, റിസോർട്ടിലേക്ക് മനു വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മനുവിനോടാണെങ്കിലും രാജീവനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ എവിടെയാണെന്നുള്ളത്, ഏത് റിസോർട്ടിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ പേര് അറിഞ്ഞിട്ട് എന്തിനാ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല മനു ആണെങ്കിൽ രാജീവനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും റിസോർട്ടിൻ്റെ പേരൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയില്ല. പിന്നീട് അലീന മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, എന്നെ അവിടുന്ന് പുറത്താക്കിയപ്പോൾ മനുവേട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ